ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ വെറുതെ ബോറൊക്കെ അടിച്ചിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് പണിക്കാർ വരും. അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീട്ടിൽ. ഇപ്പം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട് റെന്റിന് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ആ വീട് ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല, വെറുതെ അവിടെ കിടന്ന് നശിക്കാന്നല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട് റെന്റിന് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പണിക്കാരും കാര്യങ്ങളൊക്കെ ആ വീട്ടിലേക്ക് വരും. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കി നോക്കാം. നമ്മൾ ZX10R പോണത്. നമ്മളെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കാറൊന്നുമില്ല. ഉള്ള ഫോർച്യൂണർ ഇപ്പം നമ്മളെ ക്യാഷ് ഇല്ലാണ്ട് ആ വീടിന് വേണ്ടി സെറ്റ് ആക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ചെലവാക്കി. ഫോർച്യൂണർ വിറ്റപ്പോൾ കുറച്ച് ക്യാഷ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് വീടിന്റെ പണിങ്ങളൊക്കെ നടക്കുന്നത്. പണിക്കാർ ഇന്ന് വരുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അവന്മാര് ഇന്ന് വരാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നാളെ തൊട്ടിട്ട് പണി തുടങ്ങും പറഞ്ഞത്. ചിലവർ ഇന്ന് വരും പറഞ്ഞിട്ടുണ്ട്. വരുന്നവര് വരട്ടെ, നമുക്ക് പണി വേഗം തീർക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാലോ. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ആ വീട്ടിൽ നിന്ന് റെന്റിന് കൊടുത്തിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വേണം നമുക്ക് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളെ പഴയ വീട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു വീട്. നമ്മള് വീടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പണിക്കാരൊന്നും വന്നിട്ടില്ല എന്നാ തോന്നണം. ഇവിടെ വണ്ടികളൊന്നും കാണാനില്ല. അവിടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. മിക്കവാറും പണിക്കാര് വന്നിട്ടുണ്ടാവും. അല്ല, പണിക്കാര് വരാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടല്ലേ വരാ. ഈ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അല്ല, ഇവിടെ ആരെ കാണാനുമില്ലല്ലോ. അല്ലാതെ ഏതാ വണ്ടി? ഇത് ഡിഫൻഡർ അല്ലേ? ഇതാരപ്പോ ഇവിടെ ഈ കേജിനുള്ളിലാക്കി വെച്ച് ഇതാര പണിയാ? ഇതാരച്ച അവനോട് നിർത്തി മാറ്റാൻ പറയണം. എന്താ നിന്റെ വീടിന്റെ ഫ്രണ്ടില് ആ വണ്ടി കൂടെ നിർത്തുന്നു? ഫോണിക്കൊന്നും മെസ്സേജ് വന്നിട്ടില്ല. എടുത്തോട്ടെ. അതിൽ പറയണത് ഈ കാർ നമ്മളതാണ്. നമുക്ക് ഒരു സർപ്രൈസ് ആയി കിട്ടാൻ പോണ കാറാണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു റേസ്, നമ്മളെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു റാമ്പ് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കണം. റാമ്പ് റേസ് കംപ്ലീറ്റ് ആക്കണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അത്ര. ഈ കേജ് അൺലോക്ക് ആവുള്ളൂ എന്ന്. അപ്പൊ ഇത് നമുക്ക് കിട്ടാൻ പോണ കാറാണോ? അല്ല, ഇതിപ്പോ ആരാ ഇവിടെ കൊടുത്തിട്ട് ഈ വണ്ടി? ഇതിപ്പോ എങ്ങനെ? ഞാൻ അവിടെ വരുന്ന സമയത്ത് തന്നെ കൃത്യം ഫോണിലേക്ക് ഒരു മെസ്സേജും വന്ന്. ഇത് വല്ല ഉഡായിപ്പാവോ? എനിക്ക് അത്ര ഉറപ്പില്ല ഗൈസ്. അതൊരു റേഞ്ച് റോവറിന്റെ ഒരു ഡിഫൻഡർ ഫ്രീ ആയിട്ട് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് വണ്ടിയുടെ വില നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നല്ലേ. കണ്ട, ഒരു മിനിറ്റ്, നമുക്ക് എന്തായാലും നമ്മുടെ സിറ്റിയിലുള്ള റാമ്പ് റേസ് ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കി നോക്കാം. ചിലപ്പോൾ നമുക്ക് ആ വണ്ടി കിട്ടിയാല. നമ്മളെ ബൈക്കിറ്റ് റേസ് കളിക്കണം എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ZX10R ആയിട്ട് വേറൊരു വണ്ടിയായിട്ടും കളിക്കരുതെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ വണ്ടിയായിട്ട് തന്നെ കളിക്കാം. അഥവാ കിട്ടാനൊന്നും എനിക്ക് ചാൻസ് ഇല്ല. കുഴപ്പമൊന്നുമില്ല, കിട്ടുമെന്നൊന്നും. റേസ് അല്ലേ, അവിടെ റാമ്പ് ഇല്ലേ, അവിടേക്ക് നമുക്ക് പോവാം. നമുക്ക് നേരെ റാമ്പ് റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മളങ്ങനെ ഈ റാമ്പ് റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ZX10R തന്നെയാണ് നമ്മൾ ഇവിടെ റാമ്പിന് ഉപയോഗിക്കുന്നത്. നമ്മൾ വീഴാണ്ട് വേണം അടിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ റാമ്പ് ഇത്തിരി ടാസ്ക് ആണ് കംപ്ലീറ്റ് ആക്കല്. ഞാൻ ഇതുവരെയായിട്ട് ഈ ഒരു റാമ്പ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണമൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ റാമ്പിലൊന്നും കൊണ്ടുപോയി വണ്ടി കൺട്രോളൊന്നും കിട്ടില്ല. ഇതൊരു സൂപ്പർ ബൈക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇത് റാമ്പ് ചലഞ്ച് ഒന്നും ചെയ്യാൻ പറ്റിയ വണ്ടിയൊന്നും അല്ല. ഇതൊരു സൂപ്പർ ബൈക്കാണ്. ഇതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ മൊത്തം ഇറക്കം കയറ്റം ഉണ്ടായത് കൊണ്ട് വണ്ടി കൺട്രോളൊന്നും കിട്ടാൻ ചാൻസ് കുറവാ. ഗൈസ്, നമ്മൾ ഏകദേശം എത്തി. നമ്മളങ്ങനെ അടിയിലോട്ട് എത്തി. എന്ത് പെട്ടെന്ന് നമ്മൾ അടിയിലോട്ട് എത്തിയത്? ഈ ചെറിയൊരു റാമ്പ് കംപ്ലീറ്റ് ആക്കാനാണോ? ആ വണ്ടിയുടെ കേജ് ഇപ്പം അൺലോക്ക് ആയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കി നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഈ ഒരു റാമ്പ് അവസാനിക്കുന്നതും. നേരെ നമ്മളെ വീട്ടിലോട്ട് പോയേക്കാം. അവിടെ എവിടെയും വണ്ടി ഉണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല ഇത് റിയൽ ആണെന്ന്. വല്ല ഉഡായിപ്പെട്ടാവും. അവർക്ക് എങ്ങനെ അറിയാം നമ്മൾ റാമ്പ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയെന്നൊക്കെ? ഒട്ടാ, നമുക്ക് എന്തായാലും പോയി നോക്കി വെക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് കേജൊന്നും കാണാനില്ല. ഇത് റിയലാണ് ഗൈസ്. നമുക്ക് ആ വണ്ടി കിട്ടി. ഇവിടെ ഇതാരൊപ്പിച്ച പണിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ വല്ല സ്റ്റിക്കി ബോംബാട്ടം പിടിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇത്രയും VIP വണ്ടി നമുക്ക് കിട്ടി. നമ്മളെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോർച്യൂണർ ആണ് ഇത്. റേഞ്ച് റോവറിന്റെ കമ്പനി ഡിഫൻഡർ. അല്ലാതെ എന്താ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞിരിക്കണ്? ഇതാരാ പണിയാണാവോ? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയില്ലേ. ഇവിടെ ഇന്റീരിയർ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും ഡിഫൻഡർ തന്നെ, അതിന്റെ ഡൂപ്ലി വേർഷൻ ഒന്നല്ല. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് റൈഡിന് പോയേക്കാം. നമ്മളെ ഫോർച്യൂണർ പോയി നമുക്ക് വലിയൊരു വണ്ടി കിട്ടിയിരിക്കണം. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല എനിക്ക് ഈ വണ്ടി കിട്ടുമെന്ന്. വല്ല ഫേക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ആ റേസ് കംപ്ലീറ്റ് ആക്കിയതിന് നന്നായി. ഞാൻ ഫേക്കാന്ന് പറഞ്ഞിട്ട് ആ റേസ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇപ്പം എനിക്ക് വണ്ടി കിട്ടിയിരുന്നില്ല. അടിപൊളി വണ്ടി കിട്ടുക. നമ്മളെ ഫോർച്യൂണർ പോലെ നല്ല സുഖമുണ്ട് ഓടിക്കാൻ. നല്ല സ്മൂത്തിൽ വണ്ടി പോകുന്നുണ്ട്. സൗണ്ടൊക്കെ സീനാ, സ്പോർട്സ് മോഡ് സൗണ്ട്. നമുക്ക് വണ്ടി ഒന്ന് കത്തിച്ചൊക്കെ എത്ര സ്പീഡിൽ പോകുമെന്ന് നമുക്ക് നോക്കണ്ടേ. ഫോർച്യൂണറിനായിട്ട് സ്പീഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫോർച്യൂണറിനായിട്ട് സ്പീഡ് ഉണ്ട് കേട്ടോ ഈ വണ്ടി. കാരണം ഇത് റേഞ്ച് റോവറിൻ്റെ ഡിഫൻഡർ അല്ലേ. കണ്ട പോണ പോക്ക് നോക്കിയേ. എന്ത് പെട്ടെന്നാണെന്നറിയാം നമ്മൾ ഈ ജൂറാസിക് പാർക്കിൻ്റെ അപ്പുറത്തേക്ക് എത്താനായി.
അടിപൊളി തന്നെ കേട്ടോ ഇത്. പക്ഷെ സ്പീഡിൽ പോയാലും കൺട്രോളൊക്കെ നൈസാണ്. വണ്ടിയുടെ കൺട്രോളിങ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് റോട്ടിൽ നിന്ന് പെട്ടെന്ന് ഈ പുല്ലിലോട്ട് മാറിയത്. പക്ഷെ വണ്ടി എവിടേക്ക് മാറിയിട്ട് കൺട്രോളിങ് തന്നെ. കൺട്രോൾ തന്നെ ഗൈസ്. അവർ രണ്ടാൾക്കാരപ്പം നമ്മൾ ഇടിക്കേണ്ടതാ. അവർ രണ്ടാളെ ജസ്റ്റ് മിസ്സിനാ ഇടിക്കാണ്ട് പോയത്. സീൻ തന്നെ കേട്ടോ ഈ വണ്ടി. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ബീച്ചിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ബീച്ചിലത്തെ പൂഴിമണ്ണല്ലേ, വണ്ടി പോവോ നോക്കുക. നമുക്ക് ഈ വണ്ടി പോവോ നോക്കാം. എടേ വണ്ടി ബീച്ചിൽ കൂടെ ഒക്കെ നൈസായിട്ട് പോണേ. റോട്ടിൽ കൂടെ പോണ മാതിരി ബീച്ചിൽ കൂടെ ഒക്കെ പോണേ. വണ്ടിക്ക് പൂഴിമണ്ണൊക്കെ എന്തില്ലേ ഒക്കെ അത്ര ഉള്ളു. നമുക്ക് വെള്ളത്തേക്കൊന്ന് ഇറക്കി വെക്കാം ചെറുതായിട്ട് ഇട്ടാ. ഫുള്ള് ഇറക്കാക്ക് ഭ്രാന്തൊന്നുമില്ല. എൻ്റെ മോനെ സീൻ തന്നെ. നമ്മളെ വണ്ടി സീന് പകുതി വരെ ഇറക്കി വെക്കിയല്ലേ ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഈ വണ്ടി നശിപ്പിക്കാനൊന്നും ആഗ്രഹമില്ല. ഈ വണ്ടി വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇറക്കി വെക്കിയതാണ്. എടാ വെള്ളം വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറിയടാ. ഞാൻ ഗ്ലാസ് പൊട്ടിയ കാര്യം മറന്ന്. നമുക്ക് ഈ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ടൊന്ന് ഇതിൻ്റെ ഗ്ലാസ് ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, നമ്മൾ എത്ര വലിയ വണ്ടി കിട്ടിയിട്ട് ഗ്ലാസ് റെഡിയാക്കാണ്ട് പോകണത് ശരിയല്ലല്ലോ. വല്ല മഴയട്ടം പെയ്ത് ഉള്ളിലാവും മൊത്തം വെള്ളം. പിന്നെ എന്തിനാ വണ്ടി ഓടിച്ച് പോകണം, നടന്നിട്ട് പോയിക്കൂടെ അതിൻ്റെ മേതം. ഓക്കെ, നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് ഈ ഗ്ലാസ് ഒന്ന് റെഡിയാക്കാം. A few moments later. ഗൈസ്, നമ്മളെ വണ്ടി റിപ്പയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം വിലപിടിപ്പുള്ള ഗ്ലാസ്സാണ് നമ്മൾ വണ്ടിയിൽ വെച്ചത്. ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഗ്ലാസ് തന്നെ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത്. നമ്മളെ വണ്ടി ഇവിടെ എന്തായാലും ഇരിക്കട്ടെ. അത്യാവശ്യം ലക്ഷറി വണ്ടിയാണ്. അതുകൊണ്ട് ഇത് വെറുതെ കള്ളന്മാർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും നമുക്ക് തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ കള്ളന്മാർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടണ്ട. അങ്ങനെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇടാം. വണ്ടി സേഫായിട്ട് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. വണ്ടി ലോക്കാക്കിയ പിന്നെ ഒരു കള്ളന്മാർക്ക് ഒരു കുത്തി തുറന്നെടുക്കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയല്ലേ. ഇത് മെത്തർ ഇടിച്ചാലും പൊട്ടാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.